ഡു വി റിയലി നീഡ് എ ക്രെഡിറ്റ് കാർഡ്? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ചട്ടയിൽ നിന്നും ഫിനാൻസിലേക്ക് പോയെന്നല്ലേ? അതെ. ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. ഡു വി റിയലി നീഡ് എ ക്രെഡിറ്റ് കാർഡ്? ദാറ്റ്സ് എ വോയിസ് തിങ്കിങ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യകത, ഒരു സിംഗിളായിട്ട് താമസിക്കുന്ന ഒരാൾക്കും ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരാൾക്കും ക്രെഡിറ്റ് കാർഡ് ആവശ്യമാണോ? ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ക്രെഡിറ്റ് കാർഡ് എന്നാൽ എന്താണ്? അതിൻ്റെ പുറകിൽ ചതിക്കുഴികളുണ്ടോ? ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ബട്ട് ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ ഞാനൊരു ഫിനാൻസ് പഠിച്ച ഒരാളൊന്നും അല്ല. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നതേ ഉള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാലറീൻ്റെ ബേസിസിൽ നമ്മൾ ബാങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് മാതിരി തന്നെ നമ്മുടെ സാലറി ഇത്രയുണ്ട്, അപ്പം നിങ്ങൾ ഇത്രയും എലിജിബിൾ ആണ് എന്ന് പറഞ്ഞ് നമുക്കൊരു ബിഗ് എമൗണ്ട് ഒരു കാർഡിലാക്കി നമുക്ക് തരും. അത് നമുക്കൊരു മാസം കൊണ്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ ആ ലിമിറ്റിനുള്ളിൽ, മേ ബി ഒരു 15,000 ആകാം, അല്ലെങ്കിൽ ഒരു 20,000 ആകാം. ഇതെല്ലാം ഞാൻ റിയാലിലാണ് പറയുന്നത്. ആ 15,000 റിയാലോ അല്ലെ 20,000 റിയാലോ നമുക്കൊരു കാർഡിലാക്കി തരുമ്പോൾ അത് 1 മന്തിനുള്ളിൽ നമ്മൾക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ കയ്യിൽ പൈസ വേണമെന്നില്ല, ആ കാർഡിനകത്ത് ഓൾറെഡി ബാങ്കിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട് 15,000 റിയാൽ അല്ലെങ്കിൽ 20,000 റിയാൽ. അത് നമുക്ക് ഷോപ്പിംഗ് പോകുമ്പോഴോ ഓൺലൈനായിട്ടോ അതല്ല നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ എന്ന് വേണ്ട, ഫോൺ റീചാർജ് ചെയ്യാൻ, അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ചതിക്കുഴികളുണ്ട് എന്ന് നമ്മൾ പറയില്ല. ക്രെഡിറ്റ് കാർഡ് എടുക്കരുത്, അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആകും, അത് പിന്നെ നമുക്ക് തലവേദനയാകും എന്നൊക്കെ പറയും. യെസ്, ഓഫ് കോഴ്സ്. അത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് പാരയാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നന്നായിട്ട് നമ്മൾ ഷോപ്പിംഗ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതായത് 15,000 20,000. അത് നമ്മുടെ സാലറീൻ്റെ മേ ബി ഒരു 3 ടൈംസ് അല്ലെങ്കിൽ ഒരു 2 ടൈംസ് ഒക്കെ കൂടുതലായിരിക്കും അവർ നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ ആ 15,000 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് നെക്സ്റ്റ് മന്തിൽ പേ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ പേ ചെയ്യാനായിട്ട് പറ്റിയില്ല എങ്കിൽ ഈ ബാങ്കിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് ബാങ്കിൻ്റെ ആപ്പ് വഴി നമ്മൾ എടുക്കുമ്പോൾ അതിനകത്തൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന്. അവിടെയാണ് നമുക്ക് പറ്റുന്ന പാര വരുന്നെന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുമെന്ന് പറയുമ്പോൾ, അതായത് നമ്മളൊരു 10,000 റിയാൽ നമ്മൾ 15,000 നിന്ന് സ്പെൻഡ് ചെയ്തു, നമ്മുടെ സാലറി വന്നു, ബട്ട് 10,000 ഓൾ ഓഫ് എ സഡൻ നമുക്ക് അടയ്ക്കാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് മേ ബി ഒരു 10 മന്ത്സിന് ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 6 മന്ത്സിന് ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കാം. അങ്ങനെ നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കും. അത് അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പർട്ടിക്കുലർ എമൗണ്ട് ആയിട്ടുള്ള 10,000-ന് നമ്മൾ അടയ്ക്കേണ്ട വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മേ ബി 12% അതല്ലെങ്കിൽ അതിന് എബോവോ, മേ ബി ചിലതിനൊക്കെ 25% എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇതുവരെ ഞാൻ ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് എത്ര ഇൻസ്റ്റാൾമെൻറ്റ് റേറ്റ്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ആണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ബട്ട് എനിക്ക് കേട്ടറിവുള്ളതിൽ വെച്ചിട്ട് 12.5 ആൻഡ് എബോ ആണ് ഇൻട്രസ്റ്റ് വരുന്നത് പെർസെൻറ്റേജ്. അതായത് ടോട്ടൽ എമൗണ്ട് നമ്മൾ എത്രയാണോ കാർഡിൽ നിന്ന് യൂസ് ചെയ്തത് അതിന് 12.5% എബോ ആയിട്ട് ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും മന്ത്ലി. അപ്പം നമുക്ക് അത് ഇങ്ങനെ അടച്ചടച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ പിന്നെ എന്തിനാണ് ഇതിൻ്റെ ഉപയോഗം? നമ്മളിത് എടുത്തിട്ട് നമുക്ക് തന്നെ പാരയാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഇത് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് ഒരു ആവശ്യമാണ്. നമ്മൾക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആരോടാണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മുടെ ഫ്രണ്ട്സിനോടേ നമ്മൾ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കയ്യിലും ഇല്ലെങ്കിലോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ആസ് എ ഫ്രണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. അതായത് ഇപ്പം നമുക്ക് 25th അല്ലെ 26th സാലറി ക്രെഡിറ്റ് ആവുന്ന ഒരാളാണ്. നമുക്ക് 20th ഒരാവശ്യം വന്നു, നമുക്ക് 26th അല്ലെ 27th സാലറി വരുമ്പം നമ്മളത് റീപേ ചെയ്യും. നമ്മുടെ ഫ്രണ്ടിനാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാണ് വാങ്ങുന്നത്? 26th അല്ലെ 27th സാലറി വരുമ്പോൾ നമ്മൾ തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞാണ് വാങ്ങുന്നത്.
അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ഇപ്പം നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ആ 20th വരുന്ന ആവശ്യം നമ്മൾ ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് എപ്പോഴാണോ അതിൻ്റെ ക്ലോഷർ ഡേറ്റ് വരുന്നത്, യൂഷ്വലി അവർ ക്ലോഷർ ഡേറ്റ് തരുന്നത് ഒരു 25th ആണ് തരുന്നത്. അതായത് അവർ കൗണ്ട് ചെയ്യുന്നത് ഫസ്റ്റ് മന്ത് തൊട്ട് 25th. ബട്ട് അങ്ങനെ അവർ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മുടെ ബാങ്കിൻ്റെ ആപ്പിൽ കാണിച്ചാലും അവരത് കട്ടാക്കി എടുക്കുന്നത് മേ ബി ഒരു മന്ത് എൻഡിലൊക്കെ ആയിരിക്കും. അതായത് മസ്റ്റായിട്ടും മന്തിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ബാക്കിയുണ്ടോ എന്ന്. അതായത് ഡ്യൂ എമൗണ്ട് എന്നാണ് പറയുന്നത്. ഡ്യൂ എമൗണ്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിനകത്ത് തന്നെ ഡ്യൂ എമൗണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കാണാറുണ്ട്. അതായത് ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്ന ടോട്ടൽ എമൗണ്ട് നമ്മൾ എത്രയാണോ നമ്മൾ ഷോപ്പിംഗ് വഴിയൊക്കെ നമുക്ക് ഡിഡക്റ്റ് ആയിട്ട് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട്, അതായത് ഒരു 15,000 ഉള്ളതിൽ വെച്ചിട്ടാണെങ്കിൽ മേ ബി നമുക്കൊരു 10,000 അല്ലെങ്കിൽ ഒരു 800 ആയിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ ഡ്യൂ എമൗണ്ട് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ 800 ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേന് ഈ 800 നമ്മൾ മേ ബി ഒറ്റ തവണയായിരിക്കത്തില്ല ഉപയോഗിച്ചിട്ടുണ്ടാവുക. മേ ബി നമ്മളൊരു ഫസ്റ്റ് 300 പേ ചെയ്ത് നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നായിരിക്കും, പിന്നെ ഒരു 200 ഷോപ്പിംഗ് ചെയ്തിരുന്നിരിക്കും. അപ്പോൾ ഇതെല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതായത് അപ്പോൾ നമുക്ക് മേ ബി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കാണിക്കുന്നത് ഈ 500 കാണിക്കത്തുള്ളായിരിക്കും. നമുക്ക് ബാക്കി 300 ഇനിയും പ്രോസസ്സായി വരുന്നതേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ ആ 300 പേ ചെയ്യേണ്ടെന്നല്ല, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തത് അതായത് 500 നമുക്ക് വേണമെങ്കിൽ പേ ചെയ്യാം. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പേ ചെയ്യണ്ടെന്നല്ല, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേ ചെയ്യണം. നമ്മൾ 800 യൂസ് ചെയ്താലും ഓക്കെ, ഞങ്ങളിപ്പോൾ അപ്ഡേറ്റ് ആക്കി വെച്ചേക്കുന്നത് 500 ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 500 റിയാൽ അടയ്ക്കാം. അതല്ലെങ്കിൽ മന്ത് എൻഡിൽ നിങ്ങൾക്ക് ടോട്ടൽ ഡ്യൂ എമൗണ്ട് ഞങ്ങൾ കാണിക്കുമ്പോൾ ആ 800 നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ ആ 800 നമുക്ക് അടയ്ക്കാം. അങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് വരുന്നത്. അപ്പം ആസ് എ ഫ്രണ്ട് പോലെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അതായത് നമുക്ക് അത്യാവശ്യമായിട്ട് ഫോണൊന്ന് റീചാർജ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇതിനൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അതായത് റീചാർജ് ചെയ്യാൻ, അതല്ലെങ്കിൽ നമുക്ക് സാലറി വന്നില്ല, നമുക്കൊന്ന് ഷോപ്പിംഗ് പോകണം അത്യാവശ്യമായിട്ട്. അപ്പോൾ നമുക്ക് ആരോടും നമ്മൾ ചെന്ന് കടം ചോദിക്കാതെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് നമ്മുടെ സാലറി വരുമ്പോഴത്തേന് അത് നമ്മൾ തിരിച്ചതുപോലെ തന്നെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റും പേ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, ഒരു പാരയും വരത്തില്ല. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നും ക്രെഡിറ്റ് കാർഡിനെ പറ്റിയുള്ള ഒരു വിവരമാണ്. ഇതിനകത്ത് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. പ്ലീസ് കമൻറ്റ് മീ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.